ആണ് ഫേസസ് ഇൻ OR. ORലെ വിവിധതരം ഘട്ടങ്ങൾ. പ്രധാനമായും 6 ഘട്ടങ്ങളാണ് ORലുള്ളത്. 1. ഫോർമുലേറ്റ് ദ പ്രോബ്ലം. 2. ഡെവലപ്പ് എ മോഡൽ. 3. സെലക്ട് അപ്രോപ്രിയേറ്റ് ഡാറ്റ ഇൻപുട്ട്. 4. സൊല്യൂഷൻ ഓഫ് ദ മോഡൽ. 5. വാലിഡേഷൻ ഓഫ് ദ മോഡൽ. ആൻഡ് ലാസ്റ്റ് വൺ, ഇംപ്ലിമെൻറ്റ് ദ സൊല്യൂഷൻ. ഇതിൽ ആദ്യം formulate the problem എന്ന് നോക്കാം. This is the most important process. It is generally lengthy and time consuming. The activities that consist these steps are visits, observation, research, etc. With the help of such activities, the OR scientist gets sufficient information and support to proceed and is better prepared to formulate the problem. This process starts with understanding of the organization, climate, its objective and expectation. Further, the alternative course of action are discovered in this step. ഇത് ORന്റെ പ്രധാനപ്പെട്ടതും ഏറ്റവും കൂടുതൽ ലെങ്തിയുമായ ഒരു ഘട്ടമാണ് ഫോർമുലേറ്റ് ദ പ്രോബ്ലം. സന്ദർശനങ്ങൾ, ഗവേഷണങ്ങൾ തുടങ്ങിയവയാണ് ഈ ഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ. ഇത്തരം പ്രവർത്തനങ്ങളുടെ OR തുടരുവാൻ ശാസ്ത്രജ്ഞർക്ക് മതിയായ വിവരങ്ങളും പിന്തുണയും ലഭിക്കുന്നു. സംഘടനാ കാലാവസ്ഥ, അതിൻ്റെ ലക്ഷ്യങ്ങൾ, പ്രതീക്ഷകൾ എന്നിവ മനസ്സിലാക്കിയാണ് ഈ പ്രക്രിയ ആരംഭിക്കുന്നത്. അടുത്തൊരു ഫേസാണ് ഡെവലപ്പ് എ മോഡൽ. ഒരു മോഡൽ രൂപപ്പെടുത്തുക. Once a problem is formulated, the next step is to express the problem into a mathematical model that represents system, process, or environment in the form of equation, relationship, or formulas. We have to identify both the static and dynamic structural elements and devise mathematical formulas to represent the interrelationship among elements. The proposed model may be field tested and modified in order to work under stated environmental constraints. A model may also be modified if the management is not satisfied with the answer that it gives. അതായത് പ്രശ്നം ഫോർമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സമവാക്യങ്ങൾ, ബന്ധങ്ങൾ, സിസ്റ്റങ്ങൾ, പ്രക്രിയകൾ അല്ലെങ്കിൽ പരിസ്ഥിതി എന്നിവയെ പ്രതിനിധീകരിക്കുന്ന ഒരു ഗണിതശാസ്ത്ര മോഡലിലേക്ക് പ്രശ്നം പ്രകടിപ്പിക്കുന്ന പ്രക്രിയയാണ് ഡെവലപ്പ് മോഡൽ. അടുത്ത പോയിന്റാണ് സെലക്ട് അപ്രോപ്രിയേറ്റ് ഡാറ്റ ഇൻപുട്ട്. ഗാർബേജ് ഇൻ ആൻഡ് ഗാർബേജ് ഔട്ട് ഈസ് എ ഫേമസ് സേയിങ്. No model will work appropriately if data input is not appropriate. The purpose of these steps is to have sufficient input to operate and test the model. മാലിന്യങ്ങൾ അകത്തേക്കും പുറത്തേക്കും എന്നുള്ളത് പ്രസിദ്ധമായ ഒരു പഴഞ്ചൊല്ലാണ്. ഡാറ്റ ഇൻപുട്ട് ഉചിതമല്ലെങ്കിൽ ഒരു മോഡലും ഉചിതമായി പ്രവർത്തിക്കില്ല. ഈ ഫേസിന്റെ ഉദ്ദേശം മോഡൽ പ്രവർത്തിപ്പിക്കുന്നതിനും പരിശോധിക്കുന്നതിനും ആവശ്യമായ ഇൻപുട്ട് ഉണ്ടായിരിക്കുക എന്നതാണ്. അടുത്ത പോയിന്റാണ് സൊല്യൂഷൻ ഓഫ് ദ മോഡൽ. ആഫ്റ്റർ സെലക്ട് ദ അപ്രോപ്രിയേറ്റ് ഡാറ്റ ഇൻപുട്ട്, ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഫൈൻഡ് എ സൊല്യൂഷൻ. If the model is not behaving properly, then updating and modification is considered at this stage. അതായത് അപ്രോപ്രിയേറ്റ് ഡാറ്റ ഇൻപുട്ട് തിരഞ്ഞെടുത്തതിന് ശേഷം അടുത്ത ഘട്ടം പരിഹാരം കണ്ടെത്തുക എന്നതാണ്. മോഡൽ ശരിയായി പ്രവർത്തിക്കുന്നില്ല എങ്കിൽ അപ്ഡേറ്റ് ചെയ്യലും പരിഷ്കരണവും ഈ ഘട്ടത്തിൽ പരിഗണിക്കും. അഞ്ചാമത്തെ പോയിന്റ് ആണ് വാലിഡേഷൻ ഓഫ് ദ മോഡൽ. എ മോഡൽ ഈസ് സെഡ് ടു ബി വാലിഡ് if it can provide a reliable prediction of the system's performance. A model must be applicable for long time and can be updated from time to time, taking into consideration the past, present and future aspects of the problem. മോഡലിന്റെ മൂല്യനിർണ്ണയം. സിസ്റ്റത്തിന്റെ പ്രകടനത്തെക്കുറിച്ച് വിശ്വസനീയമായ പ്രവചനം നൽകാൻ കഴിയുമെങ്കിൽ ഒരു മോഡലിന് സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നു. ദീർഘകാലത്ത് ബാധകമായതും അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുന്നതുമായ മോഡൽ കാലാകാലങ്ങളിൽ പ്രശ്നത്തിന്റെ ഭൂതകാല, വർത്തമാന, ഭാവി വശങ്ങൾ കണക്കിലെടുക്കണം. അവസാനത്തെ ഘട്ടമാണ് ഇംപ്ലിമെന്റ് ദ സൊല്യൂഷൻ.
The implementation of the solution involves so many behavioral issues, and the implementing authority is responsible for resolving these issues. The gap between one who provides a solution and one who wishes to use it should be eliminated. To achieve the OR scientist as well as manage should play a positive role. A properly implemented solution obtained through OR techniques results in improved working and wins the management support. അതായത് പരിഹാരം നടപ്പിലാക്കുന്നതിൽ നിരവധി പെരുമാറ്റ പ്രശ്നങ്ങൾ ഉൾപ്പെടുന്നു. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഉത്തരവാദിത്തം നടപ്പാക്കൽ അതോറിറ്റിക്കുണ്ട്. ഒരു പരിഹാരം നൽകുന്നവനും അത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവനും തമ്മിലുള്ള അന്തരം ഇല്ലാതാകണം. ഇത് നേടാൻ OR ശാസ്ത്രജ്ഞനും മാനേജ്മെന്റും നല്ല പങ്ക് വഹിക്കണം. ശരിയായി നടപ്പിലാക്കിയ പരിഹാരം OR ടെക്നിക്കിൽ മെച്ചപ്പെട്ട പ്രവർത്തനത്തിന് കാരണമാവുകയും മാനേജ്മെന്റ് പിന്തുണ നേടുകയും ചെയ്യുന്നു.